കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നിങ്ങൾ ഡൽഹിയിലെ വിഷ്വൽസ് കണ്ടിട്ടുണ്ടാവും. തൗസൻഡ്സ് ഓഫ് പീപ്പിൾസ്, തൗസൻഡ്സ് ഓഫ് സ്റ്റുഡൻസ്, പോലീസ് ബാരിക്കേഡ്സ്, പ്രൊട്ടസ്റ്റ്, ക്ലാഷസ്, ജന്തർ മന്ദറിൽ നിറഞ്ഞു നിൽക്കുന്ന യങ്സ്റ്റേഴ്സ്, ഒടുവിൽ എഡ്യൂക്കേഷൻ മിനിസ്റ്റർ ധർമ്മേന്ദ്ര പ്രധാനിന്റെ റെസിഗ്നേഷൻ. പക്ഷേ ഇത് വെറും ഒരു നീറ്റ് പേപ്പർ ലീക്കിന്റെ സ്റ്റോറി മാത്രമാണ്. എനിക്ക് അങ്ങനെ തോന്നുന്നില്ല. കാരണം നീറ്റ് ആയിരുന്നു ട്രിഗർ. പക്ഷേ ഇതിന്റെ പിന്നിൽ വർഷങ്ങളായി അക്യുമുലേറ്റ് ചെയ്ത ഒരു ജനറേഷന്റെ ഫ്രസ്ട്രേഷൻ ഉണ്ട്. അതും നിങ്ങൾക്ക് മനസ്സിലാവണമെങ്കിൽ ഇന്ത്യയിൽ നിന്നും കുറച്ച് പുറകേട്ടേക്ക് പോകണം. നേപ്പാൾ 2025 സെപ്റ്റംബർ നേപ്പാളിലെ ജെൻസികൾ തെരുവിലിറങ്ങുന്നു. ഇമ്മീഡിയറ്റ് ട്രിഗർ എന്തായിരുന്നു? ഗവൺമെന്റ് സോഷ്യൽ മീഡിയ ബ്ലോക്ക് ചെയ്തു. പക്ഷേ ഫേസ്ബുക്ക് അല്ലെങ്കിൽ ഇൻസ്റ്റഗ്രാം കിട്ടുന്നില്ല എന്നത് മാത്രമായിരുന്നില്ല അവരെ പ്രധാന പ്രൊട്ടസ്റ്റിന്റെ കാരണം. അതിൻ്റെ ഇടയിൽ വർഷങ്ങളായി വേറെ ഒരു ആങ്കർ ഉണ്ടായിരുന്നു. കറപ്ഷൻ, നെപ്പോട്ടിസം, പൊളിറ്റീഷ്യൻസിന്റെ ലൈഫ് സ്റ്റൈൽ, ലാക്ക് ഓഫ് അക്കൗണ്ടബിലിറ്റി, യങ് പീപ്പിൾസിന്റെ ഫ്യൂച്ചറിനെ കുറിച്ചുള്ള ഫ്രസ്ട്രേഷൻ. സോഷ്യൽ മീഡിയ ബാൻ ചെയ്തത് അതിന്റെ മുകളിൽ വീണൊരു സ്പാർക്ക് മാത്രമായിരുന്നു. യൂത്ത് സ്ട്രീറ്റിലേക്ക് ഇറങ്ങി. ഗവൺമെന്റ് ക്രാക്ക് ഡൗൺ നടത്തി. പ്രൊട്ടസ്റ്റേഴ്സ് അവസാനിച്ചു? ഇല്ല, കൂടുതൽ ശക്തമായി. ഒടുവിൽ ഗവൺമെന്റ് സോഷ്യൽ മീഡിയ ബാൻ പിൻവലിച്ചു. പക്ഷേ അപ്പോഴേക്കും യൂത്തിന്റെ ഡിമാൻഡ് അതിനേക്കാളും വലുതായി മാറി. ഗവൺമെന്റ് തന്നെ അക്കൗണ്ടബിൾ ആവണം. പ്രഷർ അത്രയും ശക്തമായി. പ്രൈം മിനിസ്റ്റർ KP ശർമ്മ റിസൈൻ ചെയ്തു. നേപ്പാളിലെ യൂത്ത് സൗത്ത് ഇന്ത്യ മുഴുവൻ ഒരു സംഭവം കാണിച്ചു വന്നു. ഒരു ജനറേഷൻ മുഴുവൻ ഒരു ഡിമാൻഡായി ട്രേറ്റിലും സോഷ്യൽ മീഡിയയിലും പ്രഷർ മെയിൻറ്റെയിൻ ചെയ്താൽ ഗവൺമെന്റിനെ പോലും ഡിസിഷൻ മാറ്റാൻ ഫോഴ്സ് ചെയ്യാൻ പറ്റും. പക്ഷെ നേപ്പാളിലെ മറ്റൊരു സൈഡും കൂടി ഓർക്കണം. വയലൻസ് ഉണ്ടായി, പീപ്പിൾസ് മരിച്ചു, ഗവൺമെന്റ് ബിൽഡിങ്സ് വരെ അവർ അറ്റാക്ക് ചെയ്തു. പക്ഷെ ഇതിൽ നിന്നും യൂത്ത് കണ്ട ഒരു കാര്യം വളരെയധികം അൺഡിനയബിൾ ആണ്. കളക്റ്റീവ് പ്രഷർ ക്യാൻ ഹാവ് പൊളിറ്റിക്കൽ കോൺസിക്വൻസസ്. ഇനി ഇന്ത്യയിലേക്ക് വരാം. ഇവിടെ യൂത്തിന്റെ ഫ്രസ്ട്രേഷൻ ഇന്നലെ തുടങ്ങിയതാണോ? അല്ല. കോമ്പറ്റേറ്റീവ് എക്സാംസ്, പേപ്പർ ലീക്സ് അലഗൻസ്, റിക്രൂട്ട്മെന്റ് ഡിലേ, അൺഎംപ്ലോയ്മെന്റ്, എക്സാം ക്യാൻസലേഷൻ, ഇയർ ഓഫ് പ്രിപ്പറേഷൻസ്, പാരന്റ്സിന്റെ ലാക്ക് ഓഫ് റുപ്പീസ്, എന്നിട്ടും ഫ്യൂച്ചർ അൺപ്രഡിക്റ്റബിൾ. ഒരു ജനറേഷൻ മുഴുവൻ ഒരു പ്രഷർ കുക്കർ പോലെ മാറിക്കൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷേ പ്രഷർ കുക്കർ പൊട്ടാൻ ഒരു ട്രിഗർ വേണം. ഇവിടെ ആ ട്രിഗറായി മാറിയത് നീറ്റ് പേപ്പർ ലീക്ക്. ഏതാണ്ട് 200 മില്യൺ സ്റ്റുഡൻസിനെ ബാധിച്ച ഒരു എക്സാം. ഒന്ന് ഇമാജിൻ ചെയ്യൂ, നിങ്ങൾ 2 വർഷത്തോളം നീറ്റ് എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നു. മോർണിംഗ് കോച്ചിങ്, നൈറ്റ് റിവിഷൻ, മോക്ക് ടെസ്റ്റ്, ഫ്രണ്ടിനെ പോലും കാണാത്ത പ്രിപ്പറേഷൻ. പാരന്റ്സ് അവരുടെ സേവിങ്സ് ഉപയോഗിക്കുന്നു. ഫൈനലി എക്സാം എഴുതുന്നു. പിന്നെ അറിയുന്നത് എക്സാം ലീക്കായി. ഇവിടെ നഷ്ടപ്പെടുന്നത് മാർക്ക് മാത്രമല്ല, സിസ്റ്റത്തിലോട്ടുള്ള ട്രസ്റ്റ് ആണ്. പക്ഷെ ഒരു ചോദ്യമുണ്ട്, പേപ്പർ ലീക്കാകുന്നത് ഇന്ത്യയിൽ ആദ്യമായിട്ടാണോ? അല്ല. എക്സാം ഇറഗുലേഷനെ കുറിച്ച് മുന്നേയും കോൺട്രവേഴ്സി ഉണ്ടായിട്ടുണ്ട്. നീറ്റിന്റെ സിസ്റ്റം മുന്നേയും ചോദ്യം ചെയ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ എന്തുകൊണ്ടാണ് ഇത്രയും വലിയൊരു എക്സ്പ്ലോഷൻ ഇപ്പോഴുണ്ടായത്? അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ ഒരു സിമ്പിൾ എക്സാമ്പിൾ ഞാൻ പറയാം. ഒരു സാധാരണ മെറ്റൽ റോഡ് എടുത്തെന്ന് വിചാരിക്കുക. അത് അവിടെ വെച്ചാൽ ഒരു ജസ്റ്റ് മെറ്റൽ റോഡ് മാത്രം. പക്ഷെ അത് ചൂടാക്കുന്നു, ഹാമർ കൊണ്ട് അടിക്കുന്നു, വീണ്ടും ചൂടാക്കുന്നു, വീണ്ടും അടിക്കുന്നു. ഒരു സമയത്ത് അതൊരു സോഡായി മാറുന്നു. ഇവിടെ ആ സോഡ് യൂത്താണ്. എക്സാം അൺസർട്ടനിറ്റി ഒരു ഹാമർ സ്ട്രൈക്ക്, അൺഎംപ്ലോയ്മെന്റ് മറ്റൊന്ന്, പേപ്പർ ലീക്ക് മറ്റൊന്ന്, ഡിലേ റിക്രൂട്ട്മെന്റ് മറ്റൊന്ന്, ഫ്യൂച്ചർ ആൻസൈറ്റി മറ്റൊന്ന്. ഇത്രയും കാലം യൂത്ത് ഇതൊക്കെ അബ്സോർവ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. നീറ്റ് വന്നപ്പോഴേക്കും അത് എക്സ്ട്രീമിലി ഹോട്ടായിരുന്നു. പക്ഷേ ഇവിടെ മറ്റൊരു ഇമ്പോർട്ടൻറ്റ് പ്ലെയർ കൂടിയുണ്ട്, മീഡിയ. ഈ പ്രശ്നം ഇന്നലെ തുടങ്ങിയതല്ലെങ്കിൽ മെയിൻ സ്ട്രീം മീഡിയാസ് എവിടെയായിരുന്നു? സ്റ്റുഡൻസ് കംപ്ലൈന്റ് പറയുമ്പോൾ, എക്സാം ഇറഗുലേഷൻസ് വരുമ്പോൾ, യങ്സ്റ്റേഴ്സ് ഫ്യൂച്ചറിന്റെ ഫ്രസ്ട്രേഷനെ കുറിച്ച് പറയുമ്പോൾ, ഇതേ ഇൻഡസ്ട്രിയിൽ ഡിസ്കഷൻസ് ഉണ്ടായിരുന്നു. പ്രൈം ടൈം ഡിബേറ്റ്, കണ്ടിന്യൂസ് ഗ്രൗണ്ട് റിപ്പോർട്ട്, ഗവൺമെന്റിനോട് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ്. തൗസൻഡ്സ് ഓഫ് യങ്ങേഴ്സ് ഡൽഹിയിലേക്ക് ഇറങ്ങിയപ്പോഴാണോ ക്യാമറ പൊക്കി പിടിച്ച് വരേണ്ടത്? ഇതാണ് ഇന്ന് യൂത്ത് മീഡിയയോട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ. കാരണം ഇൻഫോർമേഷൻ കിട്ടാൻ ഇപ്പോൾ ടെലിവിഷന്റെ ആവശ്യമില്ല, ഫോൺ മതി. പോലീസ് ആക്ഷൻ എടുത്താൽ 10 സെക്കൻഡ് കൊണ്ട് തന്നെ അത് ഇൻസ്റ്റഗ്രാമിലെത്തും. ഒരു സ്പീച്ച് നടന്നാൽ മിനിറ്റുകൾക്കുള്ളിൽ മില്യൺസ് കാണും. മെയിൻ സ്ട്രീം മീഡിയ ഇത് ഇഗ്നോർ ചെയ്താലും സോഷ്യൽ മീഡിയ അത് ഇഗ്നോർ ചെയ്യണമെന്നില്ല. ജൂലൈ 20 പ്രൊട്ടസ്റ്റേഴ്സ് പാർലമെന്റിലേക്ക് മാർച്ച് ചെയ്യാൻ ശ്രമിക്കുന്നു. പോലീസ് ഇന്റർവെൻഷൻ, ബാരിക്കേഡ്സ്, ക്ലാഷ്, ഫോഴ്സ് ഉപയോഗിച്ചതിന്റെ വിഷ്വൽസ് പുറത്തു വരുന്നു. ഗവൺമെന്റിന്റെ പെർസ്പെക്റ്റീവിൽ ക്രൗഡ് കൺട്രോൾ ചെയ്യണം, ലോ ആൻഡ് ഓർഡർ മെയിൻറ്റെയിൻ ചെയ്യണം. പക്ഷേ പൊളിറ്റിക്കൽ മൂവ്മെന്റിൽ ഒരു ചെറിയൊരു പ്രശ്നമുണ്ട്. ഫോഴ്സ് പ്രൊട്ടസ്റ്റിനെ അവസാനിപ്പിക്കുന്നില്ല, അതിന് പബ്ലിസിറ്റി കൊടുക്കും. ഇതുവരെ നീറ്റ് സ്റ്റുഡൻസിന് മാത്രമായി ഉണ്ടായ ഒരു പ്രോബ്ലമായി കണ്ടിരുന്നവർ പോലീസ് വിഷ്വൽസ് കണ്ടപ്പോൾ ശ്രദ്ധിക്കാൻ തുടങ്ങി. സോഷ്യൽ മീഡിയ എക്സ്പ്ലോർ ചെയ്തു. ഓപ്പോസിഷൻ പാർട്ടീസ് സപ്പോർട്ട് ചെയ്യാൻ തുടങ്ങി. മോർ സ്റ്റുഡൻസ് സ്ട്രീറ്റിലേക്ക് വരാൻ തുടങ്ങി. പ്രൊട്ടസ്റ്റ് ഡൽഹിയിൽ മാത്രമല്ലാതെ മറ്റ് സ്ഥലങ്ങളിലേക്കും പടരാൻ തുടങ്ങി.
പിന്നീട് വിഷയം സുപ്രീം കോർട്ടിലേക്ക് എത്തുന്നു. പോലീസിന്റെ ആക്ഷനെതിരെ ഇൻവെസ്റ്റിഗേഷൻ വേണമെന്ന് പറഞ്ഞ് ഉടൻ തന്നെ ഹിയറിംഗ് വേണമെന്ന് ആവശ്യപ്പെട്ടു. ആദ്യഘട്ടത്തിൽ കോടതി പോലും ഇത് സമ്മതിച്ചില്ല. ഗവൺമെന്റ് ഒന്നും കേൾക്കുന്നില്ല എന്ന ഫീലിംഗ്. പോലീസ് ആക്ഷൻ നടത്തുന്നു. മീഡിയസ് ലേറ്റായി വന്നു എന്ന ക്രിറ്റിസിസം. അപ്പോൾ ജുഡീഷ്യറിയിൽ നിന്നും അവർ പ്രതീക്ഷിച്ച ഇമ്മീഡിയറ്റ് റെസ്പോൺസ് പോലും കിട്ടുന്നില്ല എന്ന പെർസെപ്ഷൻ. അതും സ്ട്രെഷൻ കുറച്ചോ അല്ല, കൂടുതൽ ആൾക്കാർ ചോദിക്കാൻ തുടങ്ങി. സ്റ്റുഡൻസ് പറയുന്നത് ആരാണ് കേൾക്കുന്നത്? പിന്നീട് സുപ്രീം കോർട്ട് പൊസിഷൻ ക്ലിയർ ചെയ്തു. പോലീസിന്റെ എക്സസ് എലിഗൻസ് സംബന്ധിച്ച പെറ്റീഷൻ ഹിയർ ചെയ്യാൻ കോർട്ട് സമ്മതിച്ചു. മീഡിയയിൽ വന്ന കോർട്ട് റിഫ്യൂസ് ചെയ്തു എന്ന ഫ്രെയിമിങ്ങിനെയും കോടതി ചോദ്യം ചെയ്തു. പക്ഷേ ആദ്യത്തെ റിയാക്ഷൻ ഓൾറെഡി സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു. ജന്തർ മന്തർ മൂവ്മെന്റിന്റെ സെന്ററായി മാറി. സ്റ്റുഡൻസ്, യങ് പ്രൊഫഷണൽസ്, പാരന്റ്സ്, ആക്ടിവിസ്റ്റ്, പൊളിറ്റിക്കൽ ഗ്രൂപ്പ് പലരും എത്തി തുടർന്നു. ഇവിടെയാണ് നേപ്പാൾ കമ്പാരിസൺ വീണ്ടും വരുന്നത്. നേപ്പാളിൽ സോഷ്യൽ മീഡിയ ബാൻ ആയിരുന്നു സ്പാർക്ക്. പക്ഷേ പ്രൊട്ടസ്റ്റ് പിന്നീട് കറപ്ഷനും ഗവൺമെന്റിനും എതിരെയായി മാറി. ഇന്ത്യയിൽ നീറ്റ് പേപ്പർ ലീക്ക് ആയിരുന്നു സ്പാർക്ക്. പിന്നീട് മൊമെന്റം, എഡ്യൂക്കേഷൻ സിസ്റ്റം, യൂത്ത് ഫ്രസ്ട്രേഷൻ, അക്കൗണ്ടബിലിറ്റി, ഗവൺമെന്റ് റെസ്പോൺസ് ഇതെല്ലാം ഉൾക്കൊള്ളുന്ന ഒരു വലിയ ഡിസ്കഷനായി മാറി. രണ്ട് കൺട്രീസ്, രണ്ട് ഡിഫറെൻറ്റ് സിറ്റുവേഷൻ. അതുകൊണ്ട് രണ്ടിനും എക്സാക്ട്ലി സെയിം എന്ന് പറയാൻ പറ്റില്ല. പക്ഷേ പാറ്റേണിൽ ഒരു സിമിലാരിറ്റി ഉണ്ട്. ഗവൺമെൻറ് അണ്ടർസ്റ്റിമേറ്റ് ചെയ്ത യൂത്ത് ആങ്കർ, ഒരു മാസം നീണ്ട എജിറ്റേഷൻ, ഒരു യൂണിയൻ മിനിസ്റ്ററിൻ്റെ റെസിഗ്നേഷനിലെത്തി. പക്ഷേ ഇവിടെയാണ് ഏറ്റവും വലിയ ക്വസ്റ്റ്യൻ. എന്തുകൊണ്ട് ഇത് സംഭവിച്ചു? ഒരു പേപ്പർ ലീക്ക് കൊണ്ട് മാത്രമല്ല, ഒരു പൊളിറ്റിക്കൽ പാർട്ടി കൊണ്ട് മാത്രമല്ല. ഇയേഴ്സ് ഓഫ് ഫ്രസ്ട്രേഷൻ ഉണ്ടായിരുന്നു. നീറ്റ് അതിന് ട്രിഗർ നൽകി. പോലീസ് ആക്ഷൻസ് അതിന് കൂടുതൽ അറ്റൻഷൻ നൽകി. സോഷ്യൽ മീഡിയ അതിനെ ആംപ്ലിഫൈ ചെയ്തു. നേപ്പാളിലെ മൂവ്മെൻറ്റ് കളക്റ്റീവ് ആക്ഷൻസിനെ യൂത്തിന് എങ്ങനെ ചെയ്യാൻ പറ്റുമെന്ന് കാണിച്ചു തന്നു. അങ്ങനെ ഒരു എക്സാം കോൺട്രവേഴ്ഷ്യൽ ജനറേഷണൽ മൂവ്മെൻ്റായി മാറി. ഇന്ന് ഒരു ജനറേഷൻ അത് തിരിച്ചറിയുന്നതാണ്. നേപ്പാൾ അത് കാണിച്ചു. ഇന്ത്യയിലെ ഈ മൂവ്മെൻറ്റ് അത് വീണ്ടും ഓർമ്മിപ്പിക്കുന്നു. പക്ഷേ ഒരു ഡെമോക്രസിയുടെ സക്സസ് അത് വീഴുന്നതിനെയല്ല, മിനിസ്റ്റേഴ്സ് റിസൈൻ ചെയ്യുന്നതിലോ മാത്രമല്ല. യൂത്ത് സ്ട്രീറ്റിലേക്ക് ഇറങ്ങുന്നതിന് മുമ്പ് അവരുടെ ക്വസ്റ്റ്യൻസിൻ്റെ ആൻസേഴ്സ് പറയണം. കാരണം ധർമ്മേന്ദ്ര പ്രധാൻ റിസൈൻ ചെയ്തു, പ്രൊട്ടസ്റ്റും അവസാനിച്ചു. പക്ഷേ യൂത്തിൻ്റെ ആങ്കർ അവസാനിച്ചു. അതായിരിക്കും ഗവൺമെൻറ്റിന് ചോദിക്കേണ്ട യഥാർത്ഥ ചോദ്യം.